ഒക്കെ ക്ലിയറൻസ് സാർ. ഒരു ഈച്ച പോലും റോഡിലില്ല. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ ആതിര ബാർ വരെ ക്ലീൻ. ഓവർ. ഹലോ, സിസേറിയനോ? ഓ, നീണ്ട 16 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാ. ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോളേ. കടിഞ്ഞൂലായതുകൊണ്ട് വൈഫിനൊരു ടെൻഷൻ കാണും. കത്തിമുള്ളൊക്കെ ഒന്ന് നന്നായിട്ട് ബാർസപ്പെട്ട് കഴിയേക്കണേ, എന്നിട്ട് കയറിക്കോ. അല്ല, ഗവൺമെന്റ് ആശുപത്രി ആയതുകൊണ്ട് പറഞ്ഞതാ. പ്രധാനമന്ത്രി വന്നു പോയാൽ ഉടനെ ഞാൻ അവിടെ എത്തും. ഓവർ. സോറി, ഓവർ. അറ്റൻഷൻ ചെയ്യാൻ. ആതിര ബാറിന് സമീപം കുറെ മദ്യപാനികൾ കൂടി നിൽക്കുന്നുണ്ട്. ഇന്നൊരു ചാറ്റ് ക്ലിയർ ചെയ്യണം. സാർ, അത് വേറെ ഒന്നുമില്ല സാർ, സിസേറിയൻ കാണാൻ നിൽക്കുന്നതാ. അല്ല, സോറി, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരാ. ആ, കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയില്ലേ, ആവേശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ബാറിന്റെ അടുത്ത് നിൽക്കുന്നത്. ഓവർ. വണ്ടി സൈഡാക്കടോ. ബ്ലഡ് വേണമെന്നാ? എന്റെ ദൈവം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ പോലീസുകാരൊക്കെ ഡ്യൂട്ടിയില്ല. ഇവിടെയാണെങ്കിൽ ലാത്തി ചാർജും ഇല്ല. അത് ഓ ഗ്രൂപ്പുകാരൻ തന്നെ തല്ലുകൊള്ളാൻ വരണ്ടേ? എന്തു പറ്റി സാർ? ആകെ ടെൻഷനാണ് കൂട്ടായി. ഒരു വശത്ത് നാടിന്റെ പ്രധാനമന്ത്രി, മറുവശത്ത് ഭാര്യയുടെ സിസേറിയൻ. തന്നോട് 100 വട്ടം പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിൽ വെച്ച് ഈ സാമാനം വലിച്ചു കയറ്റരുതെന്ന്. സോറി സാർ. വലിച്ചു കയറ്റുന്ന താനും തുമ്പണം ഞാനുമാണ്. മേലിൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. ഹലോ. ഓ, കട്ടായി. വിളിച്ചായിരുന്നു സാർ? കട്ടായി, ഫോൺ കട്ടായി. കുട്ടായി എന്നല്ല, ഇപ്പോഴേ ഫിറ്റായ. വണ്ടി കറുത്തുവിട്ടെ. സാറാമ്മ എവിടുന്നാ സംസാരിക്കുന്നത്? സാറാമ്മയിലാണ് നിന്റെ അമ്മായിയമ്മ. ഞാൻ CI പൊതുവാളാ സംസാരിക്കുന്നത്. ആ ലോറിയിൽ നിന്ന് മണങ്കാരനെ മൂക്ക് കൊത്തിയതാണ്. നീ വേഗം ബ്ലോക്ക് ചെയ്യ്. വണ്ടിയിലേക്ക് കയറോ. പ്രധാനമന്ത്രിക്ക് നമ്മുടെ ഓമന നേതാവേ, നയിച്ചാളൂ. കുറ്റിക്കാട്ട് അമ്മയാണ് സത്യം. ഞാൻ അവളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രസവിക്കേണ്ടെന്ന്. അതിനേക്കാൾ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിരപരാധിയാണ് സാർ. നിരപരാധി എഴുതടാ. അയ്യോ, ഇനിഷ്യൽ എന്താടാ? അതെന്താണ് സാർ? നിനക്ക് തന്തയില്ലേ? അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ പേരെന്താടാ? ഉണ്ണികൃഷ്ണൻ. എന്താടാ വണ്ടിയില്? ഇത് ചാണകം. നിന്റെ ചാണകത്തിന് എന്താണ് ലോകത്തില്ലാത്ത പണം? ഇത് ഒരു പ്രത്യേകതരം വാട്ടുകുളമാണ് സാർ. അല്ല, കൂട്ടുവളമാണ് സാർ. ഈ നാട് നാട്ടിച്ച് വേസ്റ്റ് കൊണ്ട് നീ ഏത് കോത്താഴത്തേക്കടാ പോകുന്നത്? കോത്താഴത്തേക്കല്ല, കോട്ടപ്പുറത്തേക്ക്. അവിടെ ആർക്ക് പുഴുങ്ങി തിന്നാൻ? അയ്യേ, ഇത് അങ്ങനെ പുഴുങ്ങി തിന്നാൻ പറ്റില്ല സാർ. നമ്മൾ നില ഉഴുതു മറിച്ച് വിത്ത് പാകി അതിങ്ങനെ ഞാറായിട്ട് വരുമ്പോ അത് പിരിച്ചു നട്ട അതിന് ചുറ്റി ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നെല്ല് കൊലച്ചു വീഴും. ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി ആ അരി വേവിച്ച് ഉരുള ഉരുട്ടി ഇങ്ങനെ 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 അണ്ണാക്കിനെ കുത്തി കയറ്റി. അവന്റെ ഒരു തൊപ്പി എന്റെ കൈ ധരിക്കുന്നത്. ഈ വണ്ടിയെ പിടിച്ച് തെണ്ടിക്കരുത്. ലോറി ആരെടുക്കും? സാർ എടുക്കും. ലോറി നിന്റെ അമ്മായി. അബി ലോറിയുടെ മുതലാളിയാ. വിളിച്ചിറക്കണ മുതലാളി, സാറ് വിളിക്കുന്നു. പോയി തൂക്കിയെടുത്തിട്ട് പാടോ. നമസ്കാരം ഉണ്ടാളിയാ. പോലീസായിരുന്നു. ഞാൻ അനുസരണമുള്ളവനാണ്. സത്യം. അല്ല സാറേ, ഞാൻ പാവമാണ് സാർ. എന്താ പാവമാണെന്ന്? താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്. അണ്ട് ഇവൻ പറയണ ഇവൻ പാവമാണെന്ന്. ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്നത് വിശ്വസിക്കാം. ഞാൻ സത്യസന്ധന. ആരോട് ചോദിച്ചിട്ടാടാ വണ്ടി വഴി കൊണ്ടത്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. അല്ല, ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ, ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണെന്ന്. നിനക്ക് സത്യം ഉണ്ടാൻ വേണ്ടി. ഹർത്താലല്ലടാ കഴിവേറി. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കും. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാ സാർ. കഴിവേറുടെ മോനെ, നീ പ്രധാനമന്ത്രി നാട്ടിച്ചേ പോവുള്ളൂ. സാർ, CI ചാണകം സ്പീക്കിംഗ്. അല്ല, ഇവിടെ ഒരു ചാണക വണ്ടി വഴിമുടക്കി നിൽക്കുകയാണ് സാർ. ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ. ഓവർ. ഈ ചാണക വണ്ടി അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ. ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യണം സാർ. മന്ത്രിയുടെ കാറിന്റെ 2 ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണം സാർ. അല്ലെങ്കിൽ മൂക്കിലേക്ക് 2 പഞ്ഞി കഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണം സാർ. ഓവർ. സാർ പറഞ്ഞത് കേട്ടില്ല, എടുത്ത് മാറ്റണം. ഹലോ, സീസറിന്റെ ബ്രാൻഡ് അല്ല. എന്ത് സിസേറിയൻ? ഫോൺ വെക്കടാ തേണ്ടി. എടാ, പറഞ്ഞത് കേട്ടില്ലേ? കേട്ട് സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞെന്ന്? സിസേറിയൻ വണ്ടി എടുത്ത് മാറ്റണം സാർ. വണ്ടി നിന്നാ പിന്നെ തള്ളണം. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, എന്റെ ജോലി പോയിന്നാ തോന്നുന്നത്. ഒന്ന് സഹായിക്കണോ?
വേഗം വേണം വേഗം വേണം. തള്ളിക്കോ തള്ളിക്കോ. കൈ കൊണ്ട് തള്ളടാ. കയ്യിലൊരു മുറിവുണ്ട്, അത് സെറ്റിക്കാവണ്ടെന്ന് കരുതി തളിക്കോ. ഡെറ്റോള് മേടിച്ച് കുളിക്കാം. കോൺവോയ് പോയി. ഭാഗ്യത്തിന് നിൽക്കണുണ്ട്. 6 മാസം മുമ്പ് 2 PC-മാരെ വെട്ടിയ കേസില്ലേ, എന്താ ഗുണ്ടയുടെ പേര്? വാളയാർ മണിയപ്പൻ. ആ മണിയപ്പൻ. അവൻ ഇപ്പോഴും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നടക്കാണ്. ഓ, അന്ന് ആ PC-മാരെ ഇതേ ഹോസ്പിറ്റലിൽ ഇതേ റൂമിൽ ഇതുപോലെ ഹിലാരി ചന്ദ്രനിൽ പോയ വേഷത്തിൽ. നമസ്കാരം. ഇതിലേതാ വരൻ? ഇത് തന്നെയാണ് സാർ, ഇത് തന്നെയാണ്. ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു. പണ്ട് വാളയാർ മണിയപ്പന്റെ അടിവയറ്റിൽ ഞാൻ മുട്ടുകാലി കയറ്റിയപ്പോൾ. കരയണ്ട, നിങ്ങളെ അല്ല, മണിയപ്പന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതോ വരന്റെ കൂട്ടുകാരനാണ് സാർ. ഇവന്റെ ശബ്ദം എങ്ങനാ? ഇതിനേക്കാൾ കുറച്ച് മുറിഞ്ഞു പോകും. എങ്കിൽ കൂട്ടുകാരന്റെ മൊഴി ആദ്യം എടുക്കാം. അയ്യോ സാർ, രണ്ടുപേരും വളരെ അവശ നിലയിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരു മൊഴിയെടുപ്പ് വേണോ? എടാ, ഡെഡ് ബോഡിയുടെ മൊഴിയെടുക്കുന്നവനാണ് പുതുവാള്. വെറുതെ. നീ പോയി ആ രോഗിയുടെ മലോടുക്കട പോടാ. ഇയാളൊരു മലേഷ്യക്കാരൻ. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. എന്താ പേര്? പുൽപ്പരാജ് എന്നാണ് സാർ. നിന്നോട് ചോദിച്ചില്ല. ഓ, ആക്രമണം നടക്കുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? 12 മണി. അടിച്ച് ചുരുട്ടി ഈ പരുവാക്കി എടുക്കാൻ എത്ര സമയമെടുത്തു? പേരും 2 മിനിറ്റ്. കേസ് തള്ളി പോവും. എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ? ഒരേ ഒരാൾ. ആട്ടെ, ആളുടെ രൂപം എങ്ങനെ? കുള്ളനാണോ അല്ലെങ്കിൽ എത്ര അടി പൊക്കമുണ്ട്? 6 അടി കാണും. ഒരു 2 ഇഞ്ചും കൂടി ചേർത്തു. ആളെ കണ്ടാൽ തിരിച്ചറിയോ? സെന്റിമെന്റ്സാ. വളരെ അടുപ്പമുള്ള ആളാ. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. PC ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോ ഇവിടെ കഴിക്കാൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിരിപ്പില്ലേ? വെറുതെ അല്ലടാ 2 മിനിറ്റ് കൊണ്ട് നിന്റെ മോന്റെ ഇതുപോലെ ആക്കിയത്. പണ്ടൊക്കെ ഞാൻ മൊഴിയെടുക്കാൻ വേണ്ടി പോകുമ്പോ എന്തോരം ഫ്രൂട്ട്സ് ഇറക്കിക്കൊണ്ട് പോണെന്നറിയോ? വെറുതെ അല്ല, മൊഴിയെടുപ്പെന്ന് പറയുമ്പോ ചാടി ഇറങ്ങി പോരും. കൊല്ലി ഞാൻ ഒരു ചെറുനാരങ്ങ പോലുമില്ല. ഏതൊക്കെയാണ് കല്യാണ വണ്ടികൾ? അത് വരന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ് സാർ. അവൻ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാണ്? മര്യാദക്ക് സദ്യ കഴിക്കാൻ പോലും അവന്റെ കൈക്ക് സ്വാധീനമില്ല. ഇതാണ് സാർ വരന്റെ വണ്ടി. അപ്പൊ വരാത്ത വണ്ടി ഏത്? വണ്ടി 2 വന്നു സാറേ. വരന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ചെറുക്കന്റെ വണ്ടി. എന്തായാലും ആശുപത്രി കിടക്കുന്ന ആംബുലൻസിൽ പോലീസ് എസ്കോർട്ടോടെ കല്യാണ മണ്ഡപത്തിൽ പോയി കല്യാണം കഴിക്കാൻ യോഗം കിട്ടിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ VIP ആണ് ജയരാമൻ. രാവിലെ വരനെ കയറ്റുന്നതിന് മുമ്പ് 2 വണ്ടി ചെക്ക് ചെയ്യും. അതെന്തിനാ സാർ? വല്ല ബോംബുണ്ടെങ്കിൽ എന്താടാ പേടിപ്പിക്കണ? എന്നെ നീ ഇഞ്ച പരുവാക്കല്ലടാ. ഞാൻ എന്ത് തെറ്റടാ നിന്നോട് ചെയ്തത്? ഇടാ, നിന്റെ അടുത്ത് ഫ്യൂസ് ഊരാനല്ലേ പറഞ്ഞോളൂ. അടിക്കാൻ ഊങ്ങിയ കൈയുടെ ഇടയിലോട്ട് വന്ന് കയറാൻ ഞാൻ പറഞ്ഞോ? അനുഭവിച്ചോ? എന്ത് വേണമെന്നാ ചോദിച്ചത്? പൊറോട്ട ഇറച്ചിയും വേണോന്ന്. നമ്മൾ ഇതിലേ കൊടുക്കും. പാവം. അതെ, അസുഖമെല്ലാം മാറിയിട്ട് വാങ്ങി തരൂട്ടാ. ഈ ഡെഡ് ബോഡി എവിടെ കൊണ്ടുപോകുന്നു? സാറേ, ഇത് ജീവനുള്ള ഡെഡ് ബോഡിയാ. ഞങ്ങൾ വരന്റെ ബന്ധുക്കളാ. വരന് വധഭീഷണി ഉള്ള സ്ഥിതിക്ക് എനിക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റി പട്ടാപ്പകൽ പോലീസ് വലയം ഭേദിക്കുന്ന ഈ ആളെ തട്ടിക്കൊണ്ടു പോകാനല്ലേ? സാർ, ഇതെന്റെ മകൻ ഉൽപ്ലാഷനാ. ഏത് പലാക്ഷനായാലും ശരി എനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ. കുട്ടായി, തനിക്കെന്താണ് ചെവി കേട്ടൂടെ? കേക്കാലോ സാർ. പിന്നെ ആൻസർ ചെയ്താ പറഞ്ഞില്ലേ? 2 ബാൻഡേജുകളെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ, 1 മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ നിന്നും ആംബുലൻസിൽ വന്നത് 2 ലഗേജ് മുണ്ടഴിച്ചു. അതിലൊന്ന് വരനും മറ്റൊന്ന് വരന്റെ കൂട്ടുകാരനും. അതെ, പക്ഷെ ഇവിടെ ഇപ്പോൾ 3 ലഗേജ് ഉണ്ട്. അതിലൊന്ന് വ്യാജനാണ്. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞോളൂ. അഴിക്കൂ. എന്തഴിക്കാൻ? 3 പേരുടെയും ബാൻഡേജ് അഴിക്കൂ. സാധ്യമല്ല. കാരണം ബാൻഡേജ് അഴിക്കുന്നത് രോഗിയുടേതാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? നിങ്ങൾ പറയണം. അതിന്റെ ക്രെഡിറ്റ് നിങ്ങളെടുത്തോ, എനിക്ക് വേണ്ട. ആ റിസ്ക് എടുക്കാൻ എനിക്ക് സാധ്യമല്ല.
എങ്കിൽ എനിക്ക് എന്റെ പോലീസ് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ആയിക്കോട്ടെ. കുട്ടായി, എല്ലാവരുടെ പുറത്തു പോകാൻ ഇനി തന്നോട് പ്രത്യേകിച്ച് പറയണോ? ഞാനിവിടുത്തെ ഡോക്ടറാണ്. ഞാനിവിടുത്തെ സർക്കിളാണ്. കുട്ടായി, അല്ലെങ്കിൽ 3 ചവകള്. ഫോളോ മീ. ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന വ്യാജന്റെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അത് തകർക്കണം. മുഹൂർത്തത്തിന് മുമ്പ് വരനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കണം. പക്ഷെ വ്യാജനെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അതിന് വഴിയുണ്ട്. എന്ത് വഴി? കള്ളന്മാരുടെ കൂട്ടത്തിൽ പെരുങ്കള്ളനാകുക. സാറേ, ഈ ബാൻഡേജ് മുഴുവൻ ചുറ്റിക്കഴിഞ്ഞ് ഈ തൊപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞാ ഉണ്ടല്ലോ, സാറിനെ കണ്ടു കഴിഞ്ഞ ഇൻസ്പെക്ടർ ബൽറാമിനെ പോലെ ഇരിക്കും. മണ്ടത്തരം പറയാതടാ. തൊപ്പി വെച്ച് എന്നെ മറ്റുള്ളവർ തിരിച്ചറിയില്ലേ? സോറി സാർ, പക്ഷേ സാറിനെ ഞാനെങ്ങനെ തിരിച്ചറിയും? അതിപ്പോ ഈ ലാത്തിയിൽ നീ ബാൻഡേജ് ചുറ്റിക്കോ. എന്റെ ലാത്തി കണ്ടാ നിനക്ക് തിരിച്ചറിയാല. പിന്നെ സാറിന്റെ ലാത്തി കണ്ടപ്പോ എനിക്ക് തിരിച്ചറിയാൻ മേലെ ഇത് ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയ ലാത്തിയാണോ സാറേ? ചുറ്റിക്കോ, നന്നായിട്ട് ചുറ്റിക്കോ. ഒരു ഈച്ച പോലും കണ്ടാ എന്നെ മനസ്സിലാക്കരുത്. സാറേ, ഞാൻ ഇനി എല്ലാരും അകത്തേക്ക് വിളിക്കാൻ പോവാണേ. ഇനി എല്ലാരും അകത്തേക്ക് പോരെ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മൂക്കിപ്പൊടി. ഞാൻ ഈ മൂക്കിപ്പൊടി ഈ നിരന്ന് കിടക്കുന്ന 4 പേരുടെ മൂക്കിലോട്ട് വെതറാൻ പോവുകയാണ്. ഇത് വെതറുമ്പോ ഒരുമാതിരിപ്പെട്ടവനൊക്കെ തുമ്മുമല്ലോ. ഇനി അഥവാ ഒരാള് തുമ്മിയില്ലെങ്കിൽ അവൻ ഒരുപാട് അവശനായിരിക്കും. ദാറ്റ് മീൻസ് അവനാണ് യഥാർത്ഥ വരൻ. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഭഗവാനെ, തുമ്മി പണ്ടാരം അടക്കിയേക്കണേ. മൂക്കുപൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തേക്കുക, നല്ല എഫക്റ്റ് ആയിരിക്കും. 2 ടീസ്പൂൺ. ഇവിടെ കുറച്ച് കൂടുതൽ മൂക്കിപ്പൊടി പറഞ്ഞു. കണ്ണു പൊത്തിക്കോ. തുമ്മാതെ കിടക്കുന്ന അവനുണ്ടല്ലോ, അവനാരാ എന്റെ മകൻ മണിയപ്പൻ. അവനെ പൊക്കിക്കൊണ്ട് പോടാം മണ്ഡപത്തിലേക്ക്. അടുക്കള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലെടുത്തോ. ഇനി നമ്മുടെ ആളുടെ മോനെയാണ് എടുത്തോട്ട് പോകുന്നത്. വഴിയിൽ വെച്ച് തടയുന്നതായിരിക്കും ബുദ്ധി. എടാ മണിയപ്പ, നിന്നെ ഞാനങ്ങനെ വിടില്ല. കൂട്ടുകാരെ പോകുന്ന കുട്ടണത്തില് എല്ലാം പെട്ടെന്നായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ വന്നതാ. ആയി നല്ല ചെറു ചൂട് പായസം കൊള്ളാലോ. ഏലക്കാട് രുചി കൂടിപ്പോയി. മധുരമുണ്ട്. ചേട്ടാ, 1 ലക്ഷം സോപ്പ് കിടത്തേട്ടാ. കുറെ കാലമായി പായസത്തിൽ കുളിച്ചിട്ട്. എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് മണ്ഡപത്തിൽ എത്തണം. ഈ വണ്ടി തന്നെ കയറാം. നല്ല ചൂട് പായസം. കുട്ടപ്പ, നമ്മുടെ മണിയപ്പൻ ചേട്ടൻ തറയിൽ വെയിറ്റ് ചെയ്ത് കിടക്കുന്നു. ചേട്ടാ, കല്യാണ മണ്ഡപത്തിലേക്ക് എടുത്തോണ്ട് പോകാനായിട്ട് വേണം. എന്റെ ചെരുപ്പന്തിയെ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. ആരെങ്കിലും കഥ മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടുപോകണോ? ഏതാണോ വഴി? സാമ്പാർ കലത്തിന്റെ അടപ്പാടാ. അവിടെ കിടന്ന് ചാവ് മണിയപ്പ. എടാ കൃഷ്ണ, എത്ര പെട്ടെന്ന് പോയി താലി വെട്ടടാ. ഈ പന്നീനെ ഞാൻ നോക്കി